എന്നാലും നീ എന്നിട്ട് അവളെ പ്രേമിച്ചേ? അവക്കെന്താ പ്രശ്നം? അടിപൊളിയില്ലേ? അല്ല, അച്ഛനെന്തിനീ കഴിഞ്ഞ ആഴ്ചത്തെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നേ? അന്ന് ഇന്നത്തെ പത്രം നീ മേടിച്ചു കൊടുക്കും. കാര്യങ്ങൾ അറിയാന്നുള്ളതല്ലേ മോളെ പ്രധാനം. പത്രം ഇന്നത്തെ നാളത്തെ എന്നത്തെ വേണേലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കും വെച്ചാ എന്ത് പറഞ്ഞാലും കാട് കയറിക്കോളും. മനുഷ്യൻ ദേഷ്യം വന്നു. നീ എന്തിനാ ചൂടാവുന്നേ? എടാ, പ്രേമിക്കുമ്പോ ആളെ അറിഞ്ഞ് പ്രേമിക്കണം. അവരൊക്കെ വലിയ ടീംസ് ആണ്. നമുക്കിവിടെ പത്രം വാങ്ങിക്കാൻ പോയിട്ട് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ആദ്യം സ്വന്തം നിലവും വിലയൊക്കെ മനസ്സിലാക്കുക. മോക്ക് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. നീ എൻ്റെ മോള് തന്നെ. മോളെ, ജീവിതത്തിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു വിജയം ഉണ്ടാവുന്നത്. എന്നാലാണ് നമുക്ക് എല്ലാവരും. എന്റെ അച്ഛാ ഒന്ന് നിർത്തോ, വെറുതെ എല്ലാം വിട്ടിട്ട് പോയത്. അതെ, ചിലരങ്ങനെയാ. ദൈവം നല്ലൊരു ജീവിതം കൊടുക്കും, അതിന്റെ വില മനസ്സിലാക്കാതെ ഇട്ടിട്ട് പോകും. പോയപ്പോ ആർക്ക് പോയി? അവക്ക് പോയി. അതെ, നിങ്ങൾ വിഷയത്തിലേക്ക് വന്നേ. ചുമ്മാ ഓരോ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുക. സുധീഷിന്റെ കല്യാണം അതായത് എങ്ങനെയാലും നടത്തണം, അതിനുള്ള പണി നോക്കണം. എനിക്ക് അവളെയും കൂടി നിന്റെ പെങ്ങള് കൂട്ടുകാരുടെ പെങ്ങളല്ലേ? ആ വന്നല്ലോ നിന്റെ ഇടങ്കയും വലങ്കയും. എങ്കിലേ അച്ഛമോള് ചെല്ലി. ഞാൻ പോവാ. ഓ, എന്നാ ഞാനും. അച്ഛൻ അവിടെ പോണ്? അവിടെ ഇരിക്കും, പ്ലാൻ ചെയ്യാനുണ്ട് ഇനി. എന്താണ് രാവിലെ ചായ കുടിച്ച്? എന്താണ് ഒരു അന്താരാഷ്ട്ര ചർച്ച? സുധീഷിന്റെ കല്യാണ ചർച്ച ആയിരിക്കുമല്ലേ? അച്ഛൻ്റെ മുണ്ടോലിച്ചെടുത്താലല്ലേ ഇപ്പൊ തമാശയിലേക്ക് നമ്മളിനി എന്ത് ചെയ്യുന്നു പറ. നമ്മളല്ല, നീ ഇനി അവളെ കല്യാണം കഴിക്കണം, സുഖമായിട്ട് ജീവിക്കണം. അപ്പോ സിമ്പിൾ. സിമ്പിളാണ്. ഇതിപ്പോ തന്നെ പോയി കല്യാണം കഴിക്കാം. എടാ, നീ ഒരു സമാധാനിട്ടിരുന്നേ. നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. ഇത് ശരിയല്ലേ? അല്ലേ? അതെ. അപ്പൊ പിന്നെ നമുക്ക് ഇതിലെ ടെൻഷനിന്റെ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അതവർ ഭംഗിയായിട്ട് ചെയ്തോളും. അല്ല, കാര്യവും പൊട്ടനാണെങ്കിലും ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മളായിട്ട് തന്നെ ഇരിക്കണം നല്ലത്. എങ്കിൽ പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത അവളുടെ വീട്ടിൽ പോയി തള്ളി പറിച്ച് വായിക്കിട്ടത് ജോലിയും പറഞ്ഞ് വെച്ചാനാണെങ്കിൽ മിലിറ്ററി ആണ് പോലും. അവര് പൊട്ടന്മാരായതുകൊണ്ട് വിശ്വസിച്ച്. ഇനി എല്ലാരും കൂടി ഇതിനൊരു തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ആദ്യം ഇതിനൊരു തീരുമാനമാക്കുക.